കഥയുടെ തുടക്കത്തിൽ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്ന 3 പേരോടായി പറഞ്ഞു, ഈ ലോകം മുഴുവൻ നിങ്ങളെ പോപ്പ് സ്റ്റാറുകളായാണ് അറിയുന്നത്. പക്ഷേ നിങ്ങൾ അതിലും വലിയൊരു സംഭവമാകും. ഡെമൺ ഹണ്ടർമാർ നൂറുകണക്കിന് വർഷങ്ങളായി മനുഷ്യരെ ഉപദ്രവിക്കുന്ന ഭീകരന്മാരായ ഭൂതങ്ങളെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. ഈ ഭൂതങ്ങൾ ആളുകളുടെ ആത്മാക്കൾ മോഷ്ടിച്ച് അവരുടെ ശക്തി മുഴുവൻ തങ്ങളുടെ രാജാവായ ഗിബെയ്ക്ക് നൽകി. ഒരു ദിവസം ഈ ഭൂതങ്ങളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി 3 യോദ്ധാക്കൾ ജനിച്ചു. അവരുടെ ശബ്ദത്തിന് അത്രയേറെ ശക്തിയുണ്ടായിരുന്നു, ആ ഇരുണ്ട മാന്ത്രിക ശക്തികളെപ്പോലും നശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടും അവർ അവരുടെ അദ്ഭുത ശബ്ദത്തിൽ ധൈര്യവും പ്രതീക്ഷയും നിറഞ്ഞ പാട്ടുകൾ പാടി. ആ പാട്ടുകൾ കേട്ടപ്പോൾ ആളുകളുടെ ആത്മാക്കൾ ഉണർന്നു, അവരെല്ലാവരും ഒരുമിച്ച് നിന്നു. അങ്ങനെയാണ് ഡെമൺ ഹണ്ടർമാർ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള ശക്തികൾ ഒരുമിച്ച് കൂട്ടി ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു പരിച ഷിയൽഡ് ഉണ്ടാക്കിയത്. അതിന് അവർ ഹണിമൂൺ ജനറേഷൻ എന്ന് പേരിട്ടു. ഹണിമൂൺ ജനറേഷൻ മുന്നോട്ടു പോകുമ്പോൾ ഓരോ തലമുറയിലും ഇങ്ങനെ 3 പേരെ ഡെമൺ ഹണ്ടർമാരായി തിരഞ്ഞെടുക്കും. ലോകത്തെ ഭൂതങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട ചുമതല അവരുടേതാണ്. അവരുടെ പ്രധാന ലക്ഷ്യം ഭൂതങ്ങൾക്ക് ഒരിക്കലും തകർക്കാനാവാത്ത ഒരു ശക്തമായ മതിലുകെട്ടി ലോകത്തെ സംരക്ഷിക്കുക എന്നതാണ്. ഇപ്പോൾ ഈ ചുമതല നിങ്ങൾ 3 പേർക്കാണ്. നിങ്ങളുടെ ശബ്ദത്തിന് വിജയമുണ്ടാക്കാൻ കഴിവുണ്ട്. നിങ്ങളുടെ ശബ്ദത്തിലൂടെ ഭൂമിയിലേക്ക് വരുന്ന ഊർജം കൂടുതൽ ശക്തമാകും. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഹൺട്രിക്സ് എന്ന് ആർപ്പുവിളിക്കുന്ന ഒരു ഷോയാണ്. ഹൺട്രിക്സ് ഒരു 3 അംഗ ഗേൾ ഗ്രൂപ്പാണ്. അതിലൊരാൾ റൂമി, രണ്ടാമത്തെയാൾ മീര, മൂന്നാമത്തെയാൾ ജോയി. ഈ 3 പേരും ഇന്ന് അവരുടെ ആരാധകർക്ക് വേണ്ടി ഒരു പാട്ട് അവതരിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കാണികളെല്ലാം ആവേശത്തിൽ തുള്ളിച്ചാടുകയാണ്. അപ്പോഴാണ് നമ്മൾ ബോബി എന്നൊരാളെ കാണുന്നത്. അവൻ റൂമിക്കും മീരയ്ക്കും ജോയ്ക്കും വീഡിയോ കോൾ ചെയ്ത് ചോദിച്ചു, നിങ്ങൾ എവിടെയാ? ഇവിടെ പരിപാടി തുടങ്ങി. 5000 കാണികൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്കിത്ര താമസമെന്താ? പരിപാടിക്ക് വൈകിയെന്ന് കേട്ട് അവർ അത്ഭുതത്തോടെ വിമാനത്തിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിച്ചു. വിമാനം പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കല്ല, വേറെ എങ്ങോട്ടോ ആണ് പോകുന്നത്. ഇത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ വിമാനം പറത്തുന്നവർ മനുഷ്യരല്ല, ഭൂതങ്ങളാണ്. റൂമി മുന്നോട്ട് വന്ന് പറഞ്ഞു, നിർത്തടാ നാടകങ്ങൾ. നിങ്ങളുടെ തനിനിറം ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ അവർ 3 പേരും ഭൂതങ്ങളും തമ്മിൽ ഒരു അടി തുടങ്ങി. 3 പേരും പോപ്പ് സ്റ്റാറുകളായതുകൊണ്ട് ഒരു പോപ്പ് പാട്ട് പാടിക്കൊണ്ടാണ് ഈ ഭൂതങ്ങളുമായി യുദ്ധം ചെയ്തത്. യുദ്ധത്തിനിടെ ഒരു ഘട്ടത്തിൽ ഭൂതങ്ങൾ വിമാനം തകർത്തു. അവർ പാട്ടുപാടിക്കൊണ്ട് തന്നെ വിമാനത്തിൽ നിന്ന് ചാടി നേരെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. അവരുടെ അത്ഭുതകരമായ പാട്ട് കാരണം ഹാനമൻ എന്നു പേരുള്ള ആ പരിച കൂടുതൽ ശക്തി പ്രാപിച്ചു. മറുഭാഗത്ത് നമ്മൾ ഭൂതങ്ങളെയാണ് കാണുന്നത്. ഒരു ഭൂതം പേടിച്ചു വിറച്ച് ഭൂതരാജാവായ ഗിബയുടെ അടുത്തേക്ക് ചെന്നു. അവർ പറഞ്ഞു, ഈ തവണയും ഞങ്ങൾക്ക് ആ 3 ഡെമൺ ഹണ്ടർമാരെ പിടിക്കാൻ കഴിഞ്ഞില്ല, അവർ നമ്മൾ വിചാരിച്ചതിലും ശക്തരാണ്. അവരുടെ രാജാവായ ഗിബ പറഞ്ഞു, എന്നും ഞാൻ ഇങ്ങനെയുള്ള നിരാശാജനകമായ മറുപടികളാണ് നിങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. നിങ്ങളാരും ഒരു കാര്യത്തിനും കൊള്ളില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് പറഞ്ഞ് അവൻ ആ ഭൂതത്തെ കൊന്നു. എന്നിട്ട് ദേഷ്യത്തോടെ മറ്റെല്ലാ ഭൂതങ്ങളെയും നോക്കി അലറി, നിങ്ങളാരും ഒരു കാര്യത്തിനും കൊള്ളില്ല. ആർക്കും ഒരു കാര്യം പോലും നേരാവണ്ണം ചെയ്യാൻ അറിയില്ല. ഇത് നിങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ലേ? ആ ഡെമൺ ഹണ്ടർമാർ അവരുടെ പാട്ടിലൂടെ ആ ഹാനമൻ എന്ന പരിചയെ ഒരു സ്വർണ്ണ പരിചയാക്കി മാറ്റിയാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഭൂമിയിലേക്ക് പോകാൻ കഴിയില്ല. ചുറ്റുമുള്ള എല്ലാ ഭൂതങ്ങളും അതുകേട്ട് വല്ലാതെ പേടിച്ചു. അപ്പോഴാണ് ഒരു പയ്യൻ മനോഹരമായ ശബ്ദത്തിൽ ഒരു പാട്ട് പാടിക്കൊണ്ട് അങ്ങോട്ട് വന്നത്. ഇങ്ങനെയൊരു ഗൗരവമുള്ള സമയത്ത് നീ എന്തിനാ പാട്ട് പാടി കളിയാക്കുന്നത്? രാജാവ് ചോദിച്ചു. ആ പയ്യന്റെ പേര് ജിനു ആയിരുന്നു. ജിനു പറഞ്ഞു, ഞാൻ കളിയാക്കുകയല്ല, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. നമുക്കൊരു പുതിയ പദ്ധതി വേണം. ആ 3 പെൺകുട്ടികളുമായി അവർ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു രീതിയിൽ നമ്മൾ പോരാടും. അവർ ഹോർമോൺ ശക്തിപ്പെടുത്തുന്ന മാർഗം നമ്മൾ അവസാനിപ്പിക്കും. നമ്മളെല്ലാം ഒരു ബോയ് ബാൻഡ് ആയി മാറുകയും ഹൺട്രിക്സിന്റെ ആരാധകരെ മുഴുവൻ നമ്മുടെ പക്ഷത്താക്കുകയും ചെയ്യും. അങ്ങനെ അവർ സുന്ദരന്മാരായ ആൺകുട്ടികളായി മാറി. ഗിബ പറഞ്ഞു, നിന്നെ എനിക്കറിയാം. കഴിഞ്ഞ 400 വർഷമായി നിനക്ക് പ്രയോജനമില്ലാത്ത ഒരു കാര്യവും നീ ചെയ്തിട്ടില്ല. നിനക്കെന്താ വേണ്ടെന്ന് നേരിട്ട് പറ. ജിനു പറഞ്ഞു, എന്റെ കഴിഞ്ഞകാല ഓർമ്മകൾ മുഴുവൻ എന്നിൽ നിന്ന് എന്നേക്കുമായി മായ്ച്ചു കളയണം. ഇത് പറഞ്ഞതിനു ശേഷം രംഗം മാറി. അവർ 3 പേരും സംസാരിക്കുകയായിരുന്നു. ഇന്ന് പാട്ട് പാടിയപ്പോൾ എന്റെ ഹണിമൂണിൽ ഒരു ഇളം സ്വർണ്ണ നിറം കണ്ടല്ലോ. അതിനർത്ഥം നമ്മുടെ ഹോർമോണുകൾ പാട്ട് പാടുന്നത് കാരണം ശക്തമാവുകയും സ്വർണ്ണ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ പുതിയ പാട്ട് ഇറക്കണം. ഇതാണ് ശരിയായ സമയം. അപ്പോഴാണ് ബോബി വന്നത്. അവൻ പറഞ്ഞു, ഇന്നത്തെ പരിപാടിയും ഗംഭീരമായിരുന്നു. നിങ്ങളുടെ പാട്ടുകളുടെ കാഴ്ചക്കാരും പ്രശസ്തിയും കൂടി വരികയാണ്. നിങ്ങൾ എല്ലാവരുടെയും മുകളിലാണ്.
പിന്നീട് അവർ 3 പേരും വീട്ടിലെത്തിയതിനു ശേഷം റൂമി ഉടൻ തന്നെ അവരുടെ പുതിയ പാട്ട് പുറത്തിറക്കി. മീരയും ജോയിയും അല്പം വിശ്രമിക്കാൻ ശ്രമിച്ചപ്പോൾ റൂമി അവരുടെ പുതിയ വേഷത്തിൽ സെലിൻ എന്ന സ്ത്രീയുടെ അടുത്തേക്ക് വന്നു. സെലിൻ ആണ് റൂമിയെ വളർത്തിയത്. റൂമി അവരുടെ പുതിയ പാട്ട് പുറത്തിറക്കിയെന്ന് മീരയ്ക്കും ജോയിക്കും മനസ്സിലായി. കുറച്ചു കഴിഞ്ഞപ്പോൾ ബോബി വന്ന് പറഞ്ഞു, നിങ്ങളുടെ പുതിയ പാട്ട് ഇറങ്ങിയ ഉടൻ തന്നെ സൂപ്പർ ഹിറ്റായി. ഇത് കേട്ട് അവർ 3 പേരും വളരെ സന്തോഷിച്ചു. ആ പാട്ടിന്റെ പേര് ഗോൾഡൻ എന്നായിരുന്നു. കേൾക്കുമ്പോൾ ശരിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ഒരു അഭിമുഖത്തിൽ അവർ 3 പേരും പറഞ്ഞു, ഇന്ന് രാത്രി ഞങ്ങളുടെ അത്ഭുതകരമായ പാട്ടിന്റെ ലൈവ് പെർഫോമൻസ് ഉണ്ടാകും. എന്നിട്ട് അവർ രാത്രിയിലെ ലൈവ് പെർഫോമൻസിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ കാണുന്നത് റൂമിയുടെ ശരീരത്തിലും ഭൂതങ്ങളുടെ ശരീരത്തിലുള്ളതുപോലെയുള്ള ഒരു അടയാളം. ഈ ഭൂതങ്ങളുടെ അടയാളങ്ങളെക്കുറിച്ച് നമ്മൾ പിന്നീട് അറിയും. എങ്കിലും അവർ രാത്രിയിലെ ലൈവ് ഷോക്ക് വേണ്ടി പരിശീലിക്കുമ്പോൾ റൂമിക്ക് ശബ്ദത്തിൽ ഒരു പ്രശ്നം വന്നു. നന്നായി പാടാൻ കഴിഞ്ഞില്ല. റൂമി പറഞ്ഞു, എനിക്കൊരു ബ്രേക്ക് വേണം. ഇത് പറഞ്ഞ് അവൻ ഒരു മുറിയിലേക്ക് കയറി. അവിടെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ കഴുത്തിനടുത്തുള്ള ഭൂതത്തിന്റെ അടയാളം അല്പം വലുതായിരിക്കുന്നത് കണ്ടു. അതുകൊണ്ടായിരിക്കാം അവൻ നന്നായി പാടാൻ കഴിയാത്തത്. അവൻ വല്ലാതെ വിഷമിച്ച് വീട്ടിലേക്ക് ഓടി. റൂമിയുടെ ശരീരത്തിൽ ഇങ്ങനെ ഭൂതങ്ങളുടെ അടയാളങ്ങൾ വരാൻ കാരണം റൂമിയുടെ അച്ഛൻ ഒരു ഭൂതവും അമ്മ ഒരു വേട്ടക്കാരിയും ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. റൂമിക്ക് വളരെ ചെറുപ്പമായിരുന്നപ്പോൾ അമ്മ മരിച്ചു. അതിനുശേഷം സെലിൻ എന്ന സ്ത്രീയാണ് അവനെ വളർത്തിയത്. സെലിൻ റൂമിയോട് ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശരീരത്തിൽ ഈ ഭൂതങ്ങളുടെ അടയാളങ്ങളുണ്ടെങ്കിലും നീ അവരെ പോലെയല്ല, നീ നിന്റെ അമ്മയെ പോലെയാണ്. ഹാനമൻ ശക്തിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തുമ്പോൾ ഈ ലോകത്ത് നിന്ന് എല്ലാ ഭൂതങ്ങളെയും ഇല്ലാതാക്കും. അതോടൊപ്പം നിന്റെ ശരീരത്തിലെ ഈ ഭൂതങ്ങളുടെ അടയാളങ്ങളും അപ്രത്യക്ഷമാകും. ഇപ്പോൾ റൂമി ഈ ഭൂതങ്ങളുടെ അടയാളങ്ങൾ തന്റെ കൂട്ടുകാരിൽ നിന്ന് വർഷങ്ങളായി ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. ആരും അറിയാതിരിക്കാൻ അവൾ കൂട്ടുകാരുടെ കൂടെ ബാത്റൂമിൽ പോലും പോകാൻ ആഗ്രഹിച്ചില്ല. റൂമിക്ക് മനസ്സിലായി, തന്റെ ശരീരത്തിലെ ഈ അടയാളങ്ങൾ മാറും വരെ ഒന്നും ശരിയാവില്ലെന്ന്. റൂമി വീടിന്റെ ടെറസിൽ വന്ന് ഈ അടയാളം കാരണം കരയാൻ തുടങ്ങി. ഈ അടയാളം കാരണം എന്റെ ശബ്ദത്തിന് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഈ ലോകത്തെ രക്ഷിക്കുക? വിജയത്തോട് ഇത്ര അടുത്ത് നിൽക്കുമ്പോൾ എന്തിനാ ഇതൊക്കെ സംഭവിക്കുന്നത്? ഈ വാക്കുകൾ പറഞ്ഞ് അവൾ തറയിലെ ഒരു ബട്ടൺ അമർത്തിയപ്പോൾ ഹോർമോണിൽ ഒരു ചുവന്ന തിളക്കം കണ്ടു. ഇത് കണ്ട് അവൻ പേടിച്ച് വേഗം താഴേക്കിറങ്ങി. റൂമിയുടെ 2 കൂട്ടുകാരായ മീരയും ജോയിയും റൂമി വിഷമിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അവർ അവളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്ന് നടക്കേണ്ട ലൈവ് ഷോ നമ്മൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കും. ലൈവ് ഷോ കാണാൻ വന്ന 10,000 കാണികളെ ബോബി കൈകാര്യം ചെയ്യും. റൂമി പറഞ്ഞു, എന്റെ ശബ്ദം അത്ര നന്നല്ലാത്തതുകൊണ്ട് എനിക്ക് ലൈവ് ഷോ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മീര ചോദിച്ചു, അപ്പോൾ പിന്നെ നീ എന്തിനാ നേരത്തെ പാട്ട് ഇറക്കിയത്? റൂമി പറഞ്ഞു, കാരണം നമ്മൾ വിജയത്തോട് വളരെ അടുത്താണ്. ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അവളുടെ കൂട്ടുകാർ പറഞ്ഞു, വിഷമിക്കണ്ട, നമ്മൾ എന്തെങ്കിലും ചെയ്യും. നിനക്കിപ്പോൾ പാടാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഈ ഷോ റദ്ദാക്കും. റൂമി പറഞ്ഞു, നമുക്കിത് റദ്ദാക്കാൻ കഴിയില്ല. ഈ ഷോ വിജയകരമായി പൂർത്തിയാക്കിയാലേ ഈ വർഷം മുഴുവൻ ഹണിമൂൺ ശക്തമാവുകയുള്ളൂ. ജോയ് പറഞ്ഞു, വിഷമിക്കണ്ട, നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നത്തിനും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ തീർച്ചയായും വിജയിക്കും. അടുത്ത ദിവസം രാവിലെ റൂമിയുടെ തൊണ്ടയുടെ പ്രശ്നം പരിഹരിക്കാൻ അവർ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് വന്നു. ഡോക്ടർ റൂമിയുടെ തൊണ്ടയിലെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. കുറച്ചു കഴിഞ്ഞ് ഡോക്ടറുമായി ഒരുപാട് തമാശകൾ പറഞ്ഞതിനു ശേഷം ഡോക്ടർ അവർക്ക് ഒരു മരുന്ന് നൽകി. മരുന്നുമായി പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് മുന്നിലൂടെ ആ പയ്യന്മാർ വരുന്നത് കണ്ടു. അവർ അവരെ നോക്കിയ രീതി കണ്ടോ? പയ്യൻ കടന്നുപോകുമ്പോൾ റൂമിയുടെ ദേഹത്ത് തട്ടി. റൂമി വീണപ്പോൾ സാധാരണയായി ഒരു പയ്യൻ അവളെ കൈകൊടുത്ത് സഹായിക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ ജിനു അത് ചെയ്തില്ല. അവൻ പറഞ്ഞു, സൂക്ഷിച്ചു നടക്ക്. അവർ പറഞ്ഞു, ഇത്രയും സുന്ദരനായൊരു പയ്യൻ ഞങ്ങളെപ്പോലുള്ള സുന്ദരികളായ പെൺകുട്ടികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഈ പയ്യന്മാർക്ക് ഒരു സൗന്ദര്യവുമില്ല. ഇവരുടെ മുഖം കുരങ്ങന്മാരുടേതുപോലെയാണ്. അപ്പോൾ അവർ ഒരു സംഗീതം കേട്ടു. അവിടെയെത്തിയപ്പോൾ കണ്ടത് ആ പയ്യന്മാർ ഒരു പാട്ട് പാടാൻ തുടങ്ങിയിരിക്കുന്നു. ചുറ്റുമുള്ള എല്ലാവർക്കും അവരുടെ പാട്ട് ഇഷ്ടപ്പെടുന്നു. ഈ 3 പേർക്കും മനസ്സിലായി ഈ പയ്യന്മാർക്ക് ഒരു ബോയ് ബാൻഡ് ഉണ്ടെന്ന്. എന്നിരുന്നാലും ആ പയ്യന്മാരുടെ കഴുത്തിലും കൈകളിലുമുള്ള അടയാളങ്ങൾ കണ്ടപ്പോൾ അവർ 3 പേർക്കും മനസ്സിലായി അവർ യഥാർത്ഥത്തിൽ മനുഷ്യരല്ലെന്ന്. അവർ ശരിക്കും ഭൂതങ്ങളാണ്. ഈ മനോഹരമായ പാട്ട് പാടി തീർന്നപ്പോൾ അവർ പറഞ്ഞു, നേരിൽ കാണാം. ഞങ്ങളുടെ പേര് സാജ ബോയ്സ്. ഇത് പറഞ്ഞ് അവർ അപ്രത്യക്ഷരായി. ഈ ഭൂത ബോയ് ബാൻഡ് എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ പാട്ടും ഡാൻസും കളിച്ചതെന്ന് അവർ 3 പേരും അത്ഭുതപ്പെട്ടു. ഈ ഭൂതങ്ങളുമായി പോരാടാൻ അവർ തയ്യാറെടുക്കാൻ തുടങ്ങി. അവരെ ആക്രമിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അവർ അവരെ പിന്തുടർന്ന് ഒരു ആൺകുട്ടികളുടെ ബാത്റൂമിലേക്ക് പോയി.
അപ്പോൾ ഒരുപാട് ജലഭൂതങ്ങൾ അവിടെ വന്നു. ഈ 3 പേരും ജലഭൂതങ്ങളും തമ്മിൽ ഒരു യുദ്ധം തുടങ്ങി. റൂമി ജിനുവിനെ ആക്രമിക്കാൻ മുന്നോട്ട് നീങ്ങി. യുദ്ധത്തിനിടെ ജിന് റൂമിയുടെ കയ്യിൽ ഒരു ഭൂതത്തിന്റെ അടയാളം കണ്ടു. അവൻ അത്ഭുതത്തോടെ പറഞ്ഞു, അപ്പോൾ നീ പകുതി മനുഷ്യനും പകുതി ഭൂതവുമാണോ? അപ്പോഴാണ് അവളുടെ കൂട്ടുകാർ അവിടെ എത്തിയത്. റൂമി ഈ അടയാളം അവരിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിച്ചു. അപ്പോൾ ജിന് റൂമിയെ ഈ അടയാളം മറയ്ക്കാൻ സഹായിച്ചു. ഈ യുദ്ധം കഴിഞ്ഞതിനു ശേഷം അവർ ഇവിടെ നിന്ന് പുറത്തു വരുമ്പോൾ ഈ ബാത്ത് ഹൌസിൽ ഒരു ഭൂതം ഒരു വൃദ്ധന്റെ ആത്മാവ് മോഷ്ടിക്കുന്നത് നമ്മൾ കാണുന്നു. മറുഭാഗത്ത് ജിന് തെരുവിലൂടെ നടക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഭൂതങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിച്ചു. അവരുടെ രാജാവായ ഗിബ ജിനുവിന്റെ പാട്ടിനെ പ്രശംസിച്ചു പറഞ്ഞു, നിന്റെ പദ്ധതി വിജയിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നു. ജിനു പറഞ്ഞു, ഇത് തുടങ്ങിയിട്ടേയുള്ളൂ. എന്നെ വേഗം ഭൂമിയിലേക്ക് തിരിച്ചേക്കൂ, എനിക്ക് നിങ്ങൾക്ക് ഒരു നല്ല വാർത്ത എത്തിക്കാൻ കഴിയണം. ഗിബ പറഞ്ഞു, ആ 3 ഡേമൺ ഹണ്ടർമാരിൽ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ചില അടയാളങ്ങളുണ്ട്, പക്ഷേ എനിക്കൊരിക്കലും അവളെ നിയന്ത്രിക്കാൻ കഴിയില്ല. ജിനു പറഞ്ഞു, അതൊരു നല്ല കാര്യമാണ്, കാരണം നിങ്ങളുടെ അടയാളമുള്ള ഒരാൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നും. അതുകൊണ്ട് ഞാൻ അവളെ കണ്ടെത്തുകയും അവളുടെ ഈ ബലഹീനതയിലൂടെ അവളെ തോൽപ്പിക്കുകയും ചെയ്യും. ഇത് കേട്ട് ഗിബ സന്തോഷിച്ചു. മറുഭാഗത്ത് നമ്മൾ ഈ 3 പേരെയാണ് കാണുന്നത്. അവർ മുന്നോട്ട് നോക്കുമ്പോൾ ഹാനമനിൽ ഒരുപാട് ചുവന്ന അടയാളങ്ങളോ നാശനഷ്ടങ്ങളോ കാണുന്നു. അവർ അത്ഭുതത്തോടെ ചോദിച്ചു, എങ്ങനെയാണ് ഹാനമന് ഇത്രയധികം കേടുപാടുകൾ സംഭവിച്ചത്? ഇത് വളരെ ദുർബലമായിരിക്കുന്നു. ഹണിമൂണിൽ ഇങ്ങനെയൊരു മോശം അവസ്ഥ ഞങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അതിനർത്ഥം നമ്മൾ ഹണിമൂൺ സ്വർണമാക്കാൻ ശ്രമിക്കുകയാണെന്ന് ഗിബയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് അവൻ ആ പയ്യന്മാരെ ഭൂമിയിലേക്ക് അയച്ചത്, നമ്മളെ തടയാൻ. ജോയ് പറഞ്ഞു, വിഷമിക്കണ്ട, ആ പയ്യന്മാരുടെ പാട്ടുകൾ ആരും ഓർമ്മിക്കില്ല. ഇത് പറഞ്ഞയുടൻ ബോബി അവിടെ വന്നു പറഞ്ഞു, ആ പയ്യന്മാർ നമ്മുടെ ബിസിനസ് നിർത്തലാക്കും. ആ സാജ ബോയ്സ് ടീം ലോകത്ത് അതിവേഗം ജനപ്രീതി നേടുകയാണ്. ലോകത്തിലെ എല്ലാ ആളുകളും അവരുടെ പാട്ടുകൾ കേട്ട് റീലുകൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ റൂമി ഹണിമൂണിന്റെ ഈ മോശം അവസ്ഥ കണ്ട് ചിന്തിച്ചു, ഈ ലോകത്തിനു വേണ്ടിയും നമ്മുടെ ആരാധകർക്ക് വേണ്ടിയും നമ്മൾ ഈ യുദ്ധം ചെയ്യണം. നമ്മൾ ഒരു വലിയ വിസ്ഫോടനാത്മക ഷോ നടത്തണം. ആളുകൾക്ക് സാജ ബോയ്സിനെ മറന്ന് നമ്മളിൽ പൂർണ്ണ ശ്രദ്ധ ചെലുത്തുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം. നമ്മൾ ഒരു പാട്ട് എഴുതും, അതിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സാജ ബോയ്സിനെ കളിയാക്കും. ഞാൻ ഭൂതങ്ങളെ അവർ വന്ന സ്ഥലത്തേക്ക് തിരിച്ചേക്കും. ഈ സംഭാഷണം കഴിഞ്ഞതിനു ശേഷം റൂമി തന്റെ മുറിയിലേക്ക് വന്നപ്പോൾ ബാൽക്കണിയിൽ 3 കണ്ണുകളുള്ള ഒരു പക്ഷിയെ കണ്ടു. അതിന് തലയിൽ ഒരു ചെറിയ തൊപ്പിയുണ്ടായിരുന്നു. പക്ഷിയെ കാണാൻ ബാൽക്കണിയിലേക്ക് ചെന്നപ്പോൾ ഒരു കടുവയെ കണ്ടു. കടുവ വായിൽ നിന്ന് ഒരു കത്ത് പുറത്തെടുത്തു. ജിനു ആണ് ആ കത്ത് അയച്ചത്. അവൻ എഴുതി, എനിക്ക് നിന്നെ കാണണം. ഇത് വായിച്ചതിനു ശേഷം റൂമി ആദ്യം കാണാൻ വിസമ്മതിച്ചെങ്കിലും പിന്നീട് സമ്മതിക്കുകയും കടുവയെ പിന്തുടർന്ന് ഇവിടെ എത്തുകയും ചെയ്തു. ജിനുവിനെ മുന്നിൽ കണ്ടപ്പോൾ അവൾ അവനെ ആക്രമിച്ചു, പക്ഷേ അതൊരു പാവയായിരുന്നു. ആ സമയം യഥാർത്ഥ ജിനു റൂമിയെയും ആക്രമിക്കാൻ തുടങ്ങി. ജിനു പറഞ്ഞു, നിന്റെ ശരീരത്തിലെ ആ ഭൂതങ്ങളുടെ അടയാളങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മാത്രമാണ് ഞാൻ വന്നത്. എനിക്ക് വേണമെങ്കിൽ നിന്റെ കൂട്ടുകാരോട് ഇത് പറയാമായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞില്ല, കാരണം അവർക്ക് ഇത് അറിയില്ലെന്ന് എനിക്കറിയാം. ഇപ്പോൾ എനിക്ക് ഉറപ്പായി, നീ പകുതി മനുഷ്യനും പകുതി ഭൂതവുമാണ്. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ലോകത്ത് ചുറ്റി സഞ്ചരിക്കുന്നവൾ റൂമി പറഞ്ഞു, ഞാൻ ഒരു ഭൂതമല്ല, ഞാൻ വെറുമൊരു വേട്ടക്കാരിയാണ്. ജിനു ചോദിച്ചു, പിന്നെങ്ങനെയാണ് ഈ അടയാളങ്ങൾ നിന്റെ ശരീരത്തിൽ വന്നത്? റൂമി പറഞ്ഞു, അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. ജിനു പറഞ്ഞു, നിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. റൂമി പറഞ്ഞു, നീ ഒരു ഭൂതമാണ്, നിനക്കൊന്നും അനുഭവിക്കാൻ കഴിയില്ല. ജിനു ചോദിച്ചു, ആരാണ് നിന്നോടിത് പറഞ്ഞത്? നമുക്ക് എല്ലാം അനുഭവിക്കാൻ കഴിയും. നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഗിമ ഇപ്പോഴും നമ്മളെ നിയന്ത്രിക്കുന്നത്. നിന്റെ ശരീരത്തിൽ അങ്ങനെയുള്ള അടയാളങ്ങൾ ഉണ്ടായിട്ടും ഗിമക്ക് നിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇത് നിന്റെ ഭാഗ്യമാണ്. 400 വർഷം മുൻപ് എന്റെ കുടുംബവും ഞാനും വളരെ ബുദ്ധിമുട്ടുള്ള ജീവിതമാണ് നയിച്ചിരുന്നത്. എനിക്ക് ഒരു ചെറിയ ഗിറ്റാർ പോലുള്ള എന്തോ ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ തെരുവിൽ പാടിയിരുന്നു. പക്ഷേ അതിൽ നിന്ന് എനിക്ക് വലിയ വരുമാനം ലഭിച്ചിരുന്നില്ല. ഞങ്ങൾക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വിശന്നിരുന്നു. അപ്പോഴാണ് എന്റെ ഉള്ളിൽ ഒരു ശബ്ദം കേട്ടത്. ആ ശബ്ദം ഗിമ്മറിന്റെ ആയിരുന്നു. ഈ ബുദ്ധിമുട്ടുള്ള സമയത്ത് അവൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ട് എന്റെ ജീവിതം മുഴുവൻ മാറിമറിയും. രാജ്യത്തെ രാജാവിന് പോലും എന്റെ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം കൊട്ടാരത്തിൽ താമസിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് വൃത്തിയുള്ള വസ്ത്രങ്ങളും നല്ല ഭക്ഷണവും കിട്ടി. പക്ഷേ പെട്ടെന്ന് എന്റെ ശരീരത്തിൽ ഈ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ക്രമേണ ഈ അടയാളങ്ങൾ വളരാൻ തുടങ്ങി. ഒരു ദിവസം അവ എന്നെ പൂർണ്ണമായി നിയന്ത്രിച്ചു. എന്നെ ഭൂതങ്ങളുടെ ലോകത്തേക്ക് അയച്ചു. ഗിമ എന്നെ എന്റെ ജീവിതകാലം മുഴുവൻ അവന്റെ അടിമയാക്കി.
എന്റെ കുടുംബം വീണ്ടും തെരുവിലേക്ക് മടങ്ങി. ഞാൻ ഇല്ലാതായപ്പോൾ അവരുടെ അവസ്ഥ മുമ്പത്തേതിലും മോശമായി. അന്നുമുതൽ ഞാൻ എപ്പോഴും അവരുടെ നിലവിളിയും കരച്ചിലും കേൾക്കുന്നു. അത് എപ്പോഴും എന്റെ പരാജയങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിനക്കൊരിക്കലും നിന്റെ ഭൂതങ്ങളുടെ അടയാളങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതുകേട്ട് റൂമിക്ക് അവനോട് ദേഷ്യം വന്നു. ജിനു പറഞ്ഞു, നിന്നെപ്പോലെ ഞാനും ആദ്യം ഒന്നും വിശ്വസിച്ചില്ല. പക്ഷേ ഈ സത്യം അംഗീകരിക്കാൻ നിനക്ക് മനസ്സുവരുമ്പോൾ എന്നെ ബന്ധപ്പെടുക. ഇത് പറഞ്ഞ് അവൻ അപ്രത്യക്ഷനായി. റൂമി വീണ്ടും വീട്ടിലേക്ക് മടങ്ങി അവരുടെ അടുത്ത പാട്ടിൽ മുഴുവൻ ഊർജ്ജവും ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു ദിവസം റൂമി തന്റെ മുറിയിൽ ഇരിക്കുമ്പോൾ മീര അകത്തേക്ക് വന്നു പറഞ്ഞു, എനിക്കൊരു കാര്യം നിന്നോട് സംസാരിക്കണം. ആളുകളുടെ മുഖം നോക്കിയാൽ എനിക്ക് അവരുടെ ചിന്തകൾ മനസ്സിലാക്കാൻ കഴിയും. അടുത്ത കാലത്തായി നീ ഞങ്ങളിൽ നിന്ന് എന്തോ മറയ്ക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയൂ. റൂമി പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ല, എല്ലാം നന്നായിരിക്കുന്നു. പിന്നെ റൂമി ജിനുവിനൊരു കത്തെഴുതി, എനിക്ക് നിന്നെ കാണണം. അവർ കണ്ടുമുട്ടിയപ്പോൾ റൂമി പറഞ്ഞു, നിനക്ക് ഒരു ഭൂതമായിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. ജിനു ചോദിച്ചു, അതെന്താ? റൂമി പറഞ്ഞു, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്കൊരു ഐഡൽ അവാർഡ്സ് ഷോ വരുന്നുണ്ട്. ആ ഷോ വിജയിക്കാൻ നമ്മൾ സഹായിക്കണം. കാരണം ആ ഷോ വിജയിച്ചാൽ ഹണിമൂൺ പൂർണ്ണമായി സുരക്ഷിതമാകും. അപ്പോൾ നീ പൂർണ്ണമായും സ്വതന്ത്രനാകും. ഈ ലോകത്ത് നിന്ന് എല്ലാ ഭൂതങ്ങളെയും ഇല്ലാതാക്കും. എന്റെ ശരീരത്തിലെ ഈ അടയാളങ്ങളും അപ്രത്യക്ഷമാകും. ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം നീ ഇവിടെ വരിക. ഭൂതങ്ങളുടെ ലോകത്തു നിന്ന് ഒരുപാട് ദൂരെ. നിന്റെ ആ ശബ്ദങ്ങൾ എപ്പോഴും ഇവിടെ കേൾക്കില്ല. ജിനു ചോദിച്ചു, ഹോർമോണുകൾ സീൽ ചെയ്താൽ നമ്മൾക്ക് സുഖമാകുമെന്ന് നീ എന്താ വിശ്വസിക്കുന്നത്? റൂമി പറഞ്ഞു, എന്റെ ശരീരത്തിലെ ഈ ഭൂതങ്ങളുടെ അടയാളങ്ങൾ ഒരു തെറ്റ് കാരണമാണ്. ഞാൻ ജനിച്ചപ്പോൾ എനിക്കിത് വിശ്വസിക്കേണ്ടി വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടും നിനക്ക് സ്വതന്ത്രനാകാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കും സ്വതന്ത്രനാകാൻ കഴിയില്ല. ജിനു ഈ വാക്കുകൾക്ക് അത്ര ശ്രദ്ധ കൊടുക്കുന്നതായി തോന്നിയില്ല. അതുകൊണ്ട് റൂമി പോകുമ്പോൾ ജിനു പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. ഇത് കാരണം അവർ രണ്ടുപേർക്കും വല്ലാതെ നാണം തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ പോയി. റൂമി തന്റെ മൊബൈലിൽ നോക്കിയപ്പോൾ അവരുടെ ആരാധകർ അവരുടെ ഗോൾഡൻ പാട്ട് ലൈവായി കേൾക്കാൻ ഒരുപാട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവർ നാളത്തെ ഷോയ്ക്ക് വേണ്ടി പരിശീലിക്കുമ്പോൾ റൂമി പറഞ്ഞു, ഈ പാട്ടിന്റെ വരികൾ അത്ര നന്നായി തോന്നുന്നില്ല. അതായത് നമ്മൾ ഭൂതങ്ങളെ കളിയാക്കി എഴുതിയ പാട്ട് വളരെ മോശമായി പോയി. മീര പറഞ്ഞു, പക്ഷേ ഇപ്പോൾ നമുക്ക് വേണമെങ്കിലും പുതിയ പാട്ട് എഴുതാൻ കഴിയില്ല. നമുക്ക് സമയമില്ല. ഐഡൽ അവാർഡ്സ് ഷോ നാളെയാണ്. റൂമി പറഞ്ഞു, അപ്പോൾ നാളെ എനിക്ക് പാടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോഴാണ് ബോബി അവിടെ വന്ന് അവരുമായി സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവർക്ക് അടുത്തടുത്ത് എവിടെയോ ഭൂതങ്ങളുടെ ആക്രമണം നടന്നതായി തോന്നി. അവർ വേഗം ഒരു ട്രെയിനിൽ കയറി. എന്നിട്ട് ഭൂതങ്ങളുമായി യുദ്ധം ചെയ്യാൻ തുടങ്ങി. യുദ്ധം ചെയ്യുന്നതിനിടയിൽ മീര അവനോട് ചോദിച്ചു, നിനക്കെന്തു പറ്റി എന്ന് എന്നോട് പറയുമോ? നീ ഞങ്ങളിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. എന്തുപറ്റിയെന്ന് ഞങ്ങളോട് പറയൂ. അവർ രണ്ടുപേരും ഇതിനെ ചൊല്ലി വാദിക്കാൻ തുടങ്ങി. അപ്പോൾ ട്രെയിൻ തുരങ്കത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവർ മുന്നിൽ ഒരു വലിയ കൂട്ടം ഭൂതങ്ങളെ കണ്ടു. പക്ഷേ റൂമി എന്തോ ആലോചിച്ച് ആ ഭൂതങ്ങളുമായി യുദ്ധം ചെയ്യാൻ കഴിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് അവർ ട്രെയിനിൽ കയറിയപ്പോൾ ഭൂതങ്ങൾ എല്ലാ യാത്രക്കാരുടെയും ആത്മാക്കൾ മോഷ്ടിച്ചിരുന്നു. അവർ ദേഷ്യത്തോടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. മീര റൂമിയോട് പറഞ്ഞു, നിനക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാൻ സമയമില്ല. നമ്മുടെ ലോകത്തെ രക്ഷിക്കാൻ നമ്മൾ ഈ പാട്ട് പാടണം. നിന്റെ ശബ്ദമില്ലാതെ ഈ യുദ്ധം നമുക്ക് ജയിക്കാൻ കഴിയില്ല. ഇത് കേട്ട് റൂമി അവരോട് ഈ യുദ്ധത്തിൽ താൻ തീർച്ചയായും വിജയിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. പിന്നെ റൂമി വീണ്ടും ജിനുവിനെ കണ്ടുമുട്ടി ചോദിച്ചു, നീ എന്താ തീരുമാനം എടുത്തത്? നാളെ നീ നിങ്ങളെ പിന്തുണയ്ക്കുമോ? ജിനു പറഞ്ഞു, നിന്റെ പദ്ധതിയിൽ നിങ്ങളെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. റൂമി പറഞ്ഞു, എന്റെ ശരീരത്തിലെ ഈ അടയാളങ്ങൾ ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചു. ഞാൻ സത്യത്തിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചു. ഞാൻ എത്ര ദൂരം ഓടിയോ അത്രയും എനിക്ക് എന്നെക്കുറിച്ച് നാണം തോന്നി. ഇത് എന്റെ ഏറ്റവും അമൂല്യമായ സമ്പത്തിനെ പതിയെ തിന്നു തീർക്കുകയാണ്. എന്റെ ശബ്ദം. പക്ഷേ നിന്നെ കണ്ടുമുട്ടിയതിനു ശേഷം എനിക്കറിയാം, നിന്നോട് സംസാരിക്കുമ്പോഴെല്ലാം എന്റെ ശബ്ദം എങ്ങനെയാണ് മെച്ചപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. റൂമിയും ജിനുവും ഇവിടെ മറ്റൊരു പാട്ട് ഒരുമിച്ച് പാടാൻ തുടങ്ങി. പാട്ട് അവസാനിച്ചപ്പോൾ അവർ രണ്ടുപേർക്കും ഈ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു. ജിനു പറഞ്ഞു, ഞാൻ നാളെ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളെ ജയിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. ഇത് കേട്ട് റൂമി സന്തോഷിച്ച് അവിടെ നിന്ന് പോയി. പിന്നെ ജിനു പെട്ടെന്ന് ഭൂതങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിച്ചു. ഗിമ അവനോട് ചോദിച്ചു, നീ എന്താ കരുതുന്നത്? ആ പെൺകുട്ടിയുമായി ചേർന്ന് നീ ഉണ്ടാക്കിയ പദ്ധതിയിൽ നിന്ന് നിനക്ക് സ്വതന്ത്രനാകാൻ കഴിയുമോ? ഇത് മറക്കരുത്. നിന്റെ കുടുംബത്തിന്റെ നിലവിളിയും കരച്ചിലും നിന്റെ ചെവിയിൽ ഇരട്ടിപ്പിക്കാൻ എനിക്ക് കഴിയും. ഗിമ ജിനുവിന്റെ മനസ്സിൽ അവന്റെ കുടുംബത്തെ ഓർമ്മിപ്പിച്ചു. ഇത് ജിനുവിന് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കി. ഗിമ പറഞ്ഞു, നിനക്കൊരിക്കലും നിന്റെ ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. മറുഭാഗത്ത് റൂമി തന്റെ വീട്ടിലേക്ക് മടങ്ങി.
അടുത്ത രംഗത്തിൽ റൂമി തന്റെ കൂട്ടുകാരുമായി ഇരിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരും പറഞ്ഞു, ഇന്ന് നമ്മൾ ഭൂതങ്ങളെ കളിയാക്കി ഉണ്ടാക്കിയ പാട്ട് ശരിക്കും നല്ലതായിരുന്നില്ല, ഞങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മുടെ ആരാധകർക്ക് എങ്ങനെ ഇഷ്ടപ്പെടും? റൂമി പറഞ്ഞു, നാളെ നമ്മൾ നമ്മുടെ ഗോൾഡൻ പാട്ട് പാടും, കാരണം നമ്മൾ 3 പേരും ചേർന്ന് ഉണ്ടാക്കിയ അവസാനത്തെ പാട്ട് അതിശയകരമായിരുന്നു. എല്ലാവരും സമ്മതിക്കുകയും നാളത്തെ പരിപാടിക്ക് വേണ്ടി വളരെ ആവേശത്തിലാകുകയും ചെയ്തു. അടുത്ത രംഗത്തിൽ ഷോ തുടങ്ങുമ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു, ഒരു വശത്ത് കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി ഇന്റർനാഷണൽ ഐഡൽ അവാർഡ്സ് നേടിയ ഹൻഡ്രിക്സ് ഉണ്ട്. മറുവശത്ത് അടുത്തിടെ എത്തിയ സാജ ബോയ്സ് അവരുടെ പാട്ടുകളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി. ഇന്നത്തെ മത്സരത്തിൽ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ട് ജയിക്കും. പിന്നെ ഷോ തുടങ്ങിയപ്പോൾ ഹൻഡ്രിക്സ് ആദ്യം സ്റ്റേജിൽ വന്ന് പാടാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് 20 സെക്കൻഡ് ബ്രേക്ക് എടുക്കാൻ സ്റ്റേജിന്റെ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ 2 ഭൂതങ്ങൾ ബോബിയെ പിടിച്ച് എവിടെയോ കൊണ്ടുപോകുന്നത് കണ്ടു. അവർ അങ്ങോട്ട് ഓടിച്ചെന്നപ്പോൾ അത് ഭൂതങ്ങളുടെ ഒരു പദ്ധതിയായിരുന്നു എന്ന് മനസ്സിലായി. അതിനിടയിൽ റൂമി പാടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ ലൈറ്റുകളും പെട്ടെന്ന് ഓഫ് ആയി. പെട്ടെന്ന് അവർ ഭൂതങ്ങളെ കളിയാക്കി ഉണ്ടാക്കിയ ആ പാട്ട് ലൈവായി വരാൻ തുടങ്ങി. ഈ പാട്ട് കേട്ട് റൂമി അത്ഭുതപ്പെട്ടു. മീരയും ജോയിയും വന്ന് സ്റ്റേജിൽ റൂമിയോട് മോശമായി പെരുമാറാൻ തുടങ്ങി. അവർ റൂമിയുടെ ശരീരത്തിലെ ഭൂതത്തിന്റെ അടയാളം എല്ലാവരെയും കാണിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, നീ ഒരു മനുഷ്യനല്ല, നീ ഒരു പിശാചാണ്. ഈ ലോകത്ത് നീ ജനിച്ചത് ഒരു തെറ്റായിരുന്നു. ഇത് കണ്ട് റൂമിക്ക് വല്ലാതെ വിഷമമായി. അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. അവളുടെ നിലവിളി കാരണം അവിടെയുള്ള എല്ലാ ലൈറ്റുകളും തകർന്നു. വാസ്തവത്തിൽ ഇത്രയും കാലം മീരയുടെയും ജോയിയുടെയും വേഷം ധരിച്ച 2 ഭൂതങ്ങളാണ് റൂമിയോട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. യഥാർത്ഥ മീരയും ജോയിയും ഇവിടെയെത്തി റൂമിയുടെ ശരീരത്തിലെ ഈ അടയാളങ്ങൾ കണ്ട് അത്ഭുതപ്പെടുകയും റൂമിയെ കണ്ടു പേടിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, ഈ അടയാളം നീ ഞങ്ങളിൽ നിന്ന് ഇത്രയും വർഷം ഒളിപ്പിച്ചു വെച്ചോ? റൂമി പറഞ്ഞു, ഈ അടയാളങ്ങൾ ഇന്ന് മാറേണ്ടതായിരുന്നു. ഞാൻ ജിനുവിനോട് സംസാരിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഒരു പദ്ധതി ഉണ്ടാക്കി. അവർ പറഞ്ഞു, അതിനർത്ഥം നീ ഭൂതങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നോ? റൂമി പറഞ്ഞു, ഇല്ല, ഞാൻ അവളെ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തത്. ഞാൻ എന്നെയും എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ നമുക്ക് ഒരുമിച്ച് നിൽക്കാനും പ്രവർത്തിക്കാനും കഴിയും. അവർ പറഞ്ഞു, നമുക്കെങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയും? ഇത്രയും വലിയൊരു കാര്യം നീ ഞങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചു. റൂമി പറഞ്ഞതൊന്നും അവർ വിശ്വസിച്ചില്ല. റൂമിക്ക് ദേഷ്യം വന്നു ചോദിച്ചു, നിങ്ങളെന്തിനാ എന്നോടിങ്ങനെ ചെയ്യുന്നത്? റൂമിയുടെ ദേഷ്യം കാരണം ഹോർമോണിൽ ഒരു ചുവന്ന പാട് കണ്ടു. അങ്ങനെ അവർ റൂമിക്ക് നേരെ ആയുധം ചൂണ്ടി. ഇത് കണ്ട് റൂമി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ ജിനുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ചോദിച്ചു, നിനക്കെങ്ങനെ എന്നോട് ചെയ്യാൻ കഴിഞ്ഞു? ജിനു പറഞ്ഞു, ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞതെല്ലാം കള്ളമാണ്. ഞാൻ എന്റെ കുടുംബത്തെ സ്വയം ഉപേക്ഷിച്ചു, പണത്തിനു വേണ്ടി മാത്രം. ഞാൻ എന്റെ അമ്മയെയും സഹോദരിയെയും ഉപേക്ഷിച്ച് ഗിമയുമായി ഒരു കരാറുണ്ടാക്കി, സുഖമായി ജീവിക്കാൻ വേണ്ടി. റൂമി പറഞ്ഞു, ഇല്ല, നീ ഒരു നല്ല മനുഷ്യനായിരുന്നു. പിന്നെ ഗിമയാണ് നിന്നെ ഇതെല്ലാം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഗിമ നിന്റെ മനസ്സിനെ നിയന്ത്രിക്കുകയാണ്. നീ നിന്റെ ഉള്ളിൽ യുദ്ധം ചെയ്യണം. ജിനു അലറി പറഞ്ഞു, എല്ലാം സത്യമാണ്. ഞാനിതെല്ലാം മനഃപൂർവ്വം ചെയ്താണ്. ഇനി ഒന്നും മാറ്റാൻ കഴിയില്ല. റൂമി പറഞ്ഞു, ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം ശരിയാക്കാൻ കഴിയും. ജിനു പറഞ്ഞു, നീ നിന്നെ തന്നെ നോക്കൂ. നിനക്ക് നിന്നെ തന്നെ ശരിയാക്കാൻ കഴിഞ്ഞോ? നീ എന്നെപ്പോലെ ഒരു ഭൂതമാണ്. നമ്മൾക്ക് നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെ കഷ്ടപ്പാടും വേദനയുമെല്ലാം അനുഭവിച്ച് ജീവിക്കേണ്ടി വരും. അതും ജീവിതകാലം മുഴുവൻ. ഇത് പറഞ്ഞ് ജിനി അപ്രത്യക്ഷനായി. ഇത് കേട്ട് റൂമിക്ക് വല്ലാത്ത നിരാശ തോന്നി. അവിടെ ടിവിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു, ഇന്ന് ഹൻഡ്രിക്സ് അവരുടെ ബാൻഡ് ലോകത്തിന് മുന്നിൽ വെച്ച് പിരിച്ചുവിട്ടു എന്ന്. അതുകൊണ്ടാണ് ഈ തവണ ഇന്റർനാഷണൽ ഐഡൽ അവാർഡ്സ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. മീരയും ജോയിയും കണ്ടു അവരുടെ ഹോർമോണുകൾ പരിപാടി വിജയിക്കാത്തതുകൊണ്ട് പതിയെ തകരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന്. അതിനിടയിൽ ബോബി തന്റെ മൊബൈലിൽ കണ്ടു ഹൻഡ്രിക്സിന്റെ ആരാധകരുടെ എണ്ണം പതിയെ കുറയുകയാണെന്നും സാജ ബോയ്സ് എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായി മാറിയെന്നും. അപ്പോൾ ബോബിക്ക് ഒരു വിചിത്രമായ ശബ്ദം കേട്ടു. ആ ശബ്ദം പറഞ്ഞു, നിനക്കവരെ ഒരുമിച്ച് നിർത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നീ പൂർണ്ണമായും ഒറ്റയ്ക്കായി. തനിയെ നീയെന്ത് ചെയ്യും? ഞങ്ങളുടെ അടുത്തേക്ക് വരൂ. ഇത് കേട്ടതിനു ശേഷം ബോബി ഏതോ ഒരുതരം ആവേശത്തിൽ ലയിച്ചു പോയെന്ന് തോന്നി. അപ്പോൾ ടിവിയിൽ ഒരു വാചകം വന്നു. ജിനു പറഞ്ഞു, ഇന്ന് ഹൻഡ്രിക്സ് പിരിഞ്ഞത് കണ്ട് എല്ലാവരുടെയും ഹൃദയം തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഇന്ന് രാത്രി നംസാൻ ടവറിൽ ഞങ്ങളുടെ ഒരു ലൈവ് ഷോയുണ്ട്. പെട്ടെന്ന് കാണാം. ജിനു പറഞ്ഞ ആ ടവറിലേക്ക് എല്ലാ ആളുകളും പാവകളെപ്പോലെ നടന്നു പോകുന്നത് കണ്ടു. മീരയും ജോയിയും പോലും ഹിപ്നോട്ടൈസ് ചെയ്ത പോലെയായിരുന്നു. മറുഭാഗത്ത് റൂമിയെ അമ്മയെപ്പോലെ വളർത്തിയ സെലിൻ അവളുടെ അടുത്ത് വന്നു. റൂമി പറഞ്ഞു, എല്ലാം ശരിയാക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇന്ന് ഞാൻ തോറ്റു.
എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ ജനനം ഒരു വലിയ തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു. പിന്നെന്തിനാ നിങ്ങൾ എന്നെ ചെറുപ്പത്തിൽ കൊന്നുകളയാതിരുന്നത്? റൂമി വാൾ പിടിച്ചു പറഞ്ഞു. നിങ്ങൾ പണ്ടേ ചെയ്യേണ്ടിയിരുന്ന കാര്യം ഇപ്പോൾ ചെയ്യൂ. ഞാൻ എന്ത് നിർമ്മിക്കാൻ വന്നോ അത് നശിപ്പിക്കുന്നതിന് മുൻപ് എന്നെ തീർത്തേക്കൂ. സെലിൻ പറഞ്ഞു, എനിക്കിത് ചെയ്യാൻ കഴിയില്ല. നിന്റെ അമ്മ മരിച്ചപ്പോൾ നിനക്കു വേണ്ടി എല്ലാം നോക്കിക്കൊള്ളാമെന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു. എല്ലാവരും എന്റെ തലയിൽ ഒരേയൊരു കാര്യം മാത്രമേ തിരികെ കയറ്റാൻ ശ്രമിച്ചുള്ളൂ, നിന്റെ ജനനം ശരിക്കും ഒരു തെറ്റായിരുന്നു എന്ന്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ തലയിൽ നിന്ന് കളഞ്ഞു. ഞാൻ നിന്നെ സ്വീകരിച്ചു. നിനക്കൊരു നല്ല ജീവിതം നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിന് ഞാൻ നിന്നെ സഹായിച്ചു. റൂമി പറഞ്ഞു, പക്ഷേ എന്റെ ജീവിതകാലം മുഴുവൻ ലോകത്ത് നിന്ന് ഒളിച്ചു നിൽക്കാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടു. സെലിൻ പറഞ്ഞു, അത് നിന്റെ ശരീരത്തിലെ ഈ അടയാളങ്ങൾ അപ്രത്യക്ഷമാകും വരെ മാത്രം. നിന്റെ ശരീരത്തിലെ എല്ലാ അടയാളങ്ങളും നീക്കം ചെയ്ത് നമുക്കിപ്പോഴും എല്ലാം ശരിയാക്കാൻ കഴിയും. ഇത് മുഴുവൻ കള്ളമായിരുന്നു എന്ന് ഞാൻ മീരയോടും ജോയിയോടും പറഞ്ഞു മനസ്സിലാക്കും. ഗിബയാണ് നിങ്ങളെ തമ്മിൽ പിരിക്കാൻ വേണ്ടി ഇത് ചെയ്തത്. റൂമി പറഞ്ഞു, എനിക്ക് ഇനി ഒളിച്ചു നിൽക്കാൻ വയ്യ. എല്ലാവരോടും കള്ളം പറയാനും എനിക്ക് വയ്യ. സെലിൻ പറഞ്ഞു, നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? ഇപ്പോഴും എല്ലാം ശരിയാക്കാൻ കഴിയും. റൂമി പറഞ്ഞു, നിങ്ങളെന്തിനാ മനസ്സിലാക്കാത്തത്? ഈ അടയാളങ്ങൾ എന്റെ യാഥാർത്ഥ്യമാണ്. ഞാനെന്തു ചെയ്താലും ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇത് പറഞ്ഞ് റൂമി അവിടെ നിന്ന് പോയി. മറുഭാഗത്ത് എല്ലാ ആളുകളും എത്തിയപ്പോൾ സാജ ബോയ്സ് സ്റ്റേജിൽ വന്ന് പാട്ട് പാടാൻ തുടങ്ങി. ആളുകൾ സംഗീതം, അവരുടെ പാട്ട് അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ റൂമി അങ്ങോട്ട് വന്നു. ഗിമ പറഞ്ഞു, ഈ അവസ്ഥയിലും നീ ഇവിടെ വന്നോ? നീയെന്തിനാ ഇവിടെ ചെയ്യുന്നത്? നിനക്കൊരിക്കലും ലോകത്തെ മാറ്റാൻ കഴിയില്ല. നീ നിന്നെ തന്നെ നോക്കൂ. നിനക്ക് നിന്നെ തന്നെ മാറ്റാൻ കഴിയുന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാം നീ ഒരു ഭൂതമാണെന്നും. ഇപ്പോൾ നിന്റെ ഹോർമോൺ തകർന്നു. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. റൂമി പറഞ്ഞു, അതെ, എനിക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു പുതിയ ഹോർമോൺ ഉണ്ടാക്കുന്നത്. നമ്മൾ ഹണ്ടർമാർ ആവുകയാണ്. നമ്മുടെ ശബ്ദം കൊണ്ട് നമ്മൾ ഭൂതങ്ങളെ കൊല്ലും. റൂമി ഇവിടെ ഒരു പുതിയ പാട്ട് പാടാൻ തുടങ്ങി. ഈ പാട്ടിൽ അവർ പറയുന്നത്, എന്റെ ശരീരത്തിലെ ഈ അടയാളം കാരണം ഞാൻ എപ്പോഴും എന്നെ തന്നെ ഒളിപ്പിച്ചു വെച്ചു. അതൊരു എന്റെ ബലഹീനതയായിരുന്നു. പക്ഷേ എനിക്ക് ഇനിയും ഇത് ഒളിപ്പിക്കാൻ കഴിയില്ല. റൂമിയുടെ പാട്ട് കേട്ടപ്പോൾ രണ്ട് കൂട്ടുകാരുടെയും ഹിപ്നോസിസ് തകർന്നു. അവർ റൂമിയോടൊപ്പം പാട്ട് പാടുന്നത് തുടർന്നു. അവരുടെ പാട്ട് നിർത്താൻ കിമ അവരെ ആക്രമിക്കാൻ ഒരുപാട് ഭൂതങ്ങളെ അയച്ചു. അവർ ഭൂതങ്ങളുമായി യുദ്ധം ചെയ്തുകൊണ്ട് പാടി. അവരുടെ പാട്ട് കേട്ടപ്പോൾ എല്ലാ ആളുകളുടെയും ഉള്ളിൽ നിന്ന് ഒരു തിളക്കമുള്ള വെളിച്ചം വരാൻ തുടങ്ങി. എല്ലാവരും പതിയെ സാധാരണ നിലയിലേക്ക് തിരിച്ചുവരുന്നു. കുറച്ചു കഴിഞ്ഞ് അവരുടെ പാട്ട് കേട്ട് ഗിബക്ക് വല്ലാതെ ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, നിങ്ങളുടെ ശബ്ദത്തിന് എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞ് അവൻ റൂമിയെ ആക്രമിച്ചു. റൂമിയുടെ വാളിന് ഈ ആക്രമണത്തെ ചെറുക്കാൻ കഴിഞ്ഞില്ല. ഇത് കണ്ട് ജിനു അവളെ രക്ഷിക്കാൻ ആക്രമണത്തിന് മുന്നിലേക്ക് പാഞ്ഞെത്തി. ജിനു റൂമിയോട് പറഞ്ഞു, എന്റെ എല്ലാ തെറ്റുകൾക്കും എന്നോട് ക്ഷമിക്കൂ. ജിനു പതിയെ അപ്രത്യക്ഷനാകാൻ തുടങ്ങി. റൂമി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്കിങ്ങനെ എന്നെ വിട്ടുപോകാൻ കഴിയില്ല. നിന്നെ സ്വതന്ത്രനാക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ജിനു പറഞ്ഞു, നീ എന്നെ സ്വതന്ത്രനാക്കി. അതിനർത്ഥം ജിനു എന്നേക്കുമായി പോയി. ജിനുവിന്റെ ആത്മാവിന്റെ ശക്തി റൂമിയുടെ കൈകളിലേക്ക് വീണപ്പോൾ അവളുടെ വാൾ കൂടുതൽ ശക്തമായി. പിന്നെ എല്ലാ കാണികളും റൂമി ഉണ്ടാക്കിയ പാട്ട് പാടാൻ തുടങ്ങി. അവരുടെ ഓരോ ആത്മാവിന്റെയും ശക്തി അവരിലേക്ക് വന്നു. ഈ പാട്ടിന്റെ ശക്തിയാൽ അവർ ഗിബയെ അവസാനിപ്പിച്ചു. അതോടെ ഭൂമിയിൽ മറ്റൊരു ഹണിമൂൺ ഉണ്ടായി. അടുത്ത രംഗത്തിൽ നമ്മൾ 3 കൂട്ടുകാരും ബാത്റൂമിൽ ഒരുമിച്ച് വിശ്രമിക്കുന്നത് കാണുന്നു. പിന്നെ അവർ ഒരുമിച്ച് പുറത്തിറങ്ങി തെരുവിലൂടെ നടക്കുമ്പോൾ അവർക്ക് മുന്നിൽ അവരെപ്പോലെ 3 സുഹൃത്തുക്കളെ കണ്ടു. അവർ അവരുടെ അടുത്തേക്ക് ചെന്ന് സാധാരണ പോലെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ജിനുവിന്റെ വളർത്തു കടുവയെയും ആ പക്ഷിയെയും കാണുന്നു. അതോടെ ഈ കഥയും തീർന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.